പാകിസ്ഥാൻ ലാഹോർ ആവേശകരല്ലേ ജനങ്ങൾ ആവേശകരല്ലേ അതോട് പറഞ്ഞു ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് ഭാരത് മാതാ കി ജയ് വന്ദേ മാതരം. മലയാള മാനം കടത്താൻ വേണ്ടി കുറച്ച് ഉസുറും പുളിയില്ലാത്ത മലയാളികളുണ്ട്, കുറച്ച് ആൾക്കാർ. ഞാൻ ആ വാഗാ ബോർഡറിൽ പോയി കണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ ഞാനതിൽ പറഞ്ഞു പിന്നെ ഭാരത് മാതാ കി അത് നമ്മൾ പറഞ്ഞ അവിടുത്തെ പട്ടാളക്കാർ നമ്മളോട് ഇങ്ങനെ പറയാണ് എല്ലാ ആൾക്കാരും. കാരണം ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങളാണ്. അപ്പൊ ആ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആവേശമാണ്. നിങ്ങളൊക്കെ ഇന്ത്യക്കാരൻ തന്നെയാണോ? അത് പറഞ്ഞപ്പോൾ ഞാൻ സംഖ്യാക്കിക്കുക ഉസുറും പുളി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പൊന്നാരഞ്ച മാണിക്യക്കല്ലുകളെ പുകലുകളെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. കാരണം പാണ്ടിക്കാട് കുഞ്ഞനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു ഉടായ്പുമായിട്ട് അദ്ദേഹം എത്തിയിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ല ഊക്ക് കിട്ടിയ ശേഷം സത്യമായിട്ട് വീട്ടിൽ നന്നായിട്ട് വിശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ നിന്നും പരസ്യത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഇനാഗുറേഷനിൽ നിന്നും എല്ലാം പ്രൊമോഷൻ വർക്കുകളിൽ നിന്നെല്ലാം നല്ലൊരു വരുമാനം ഉണ്ടാക്കിയ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച ഒരു മനുഷ്യനായിരുന്നു ഈ പാണ്ടിക്കാട് കുഞ്ഞൻ. ഏതായാലും അദ്ദേഹം പാവങ്ങളെ പറ്റിച്ച് ഒരു നറുക്കെടുപ്പ് നടത്തി ഉടായ്പിലൂടെ ആ വീട് വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് മലയാളികൾ ഒന്നടങ്കം അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് ഏക സ്വരത്തിൽ പറയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനെതിരെ നമ്മൾ അടക്കം വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു വൃത്തികെട്ട ബുദ്ധി അദ്ദേഹത്തിൻ്റെ തലയിൽ ഒതുക്കുകയാണ്. കാരണം ഇവിടെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിച്ചാൽ ചിലപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി കുറച്ചുകൂടി റീച്ച് ഉണ്ടാക്കി ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരു ചാണക ബുദ്ധി അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നമ്മുടെ കേരളത്തിൽ നിന്നും കാശ്മീരിലേക്ക് ഒരു ഓൾ ഇന്ത്യ ടൂർ സംഘടിപ്പിക്കുകയാണ്. അതിൽ പോയിട്ട് വാഗാ അതിർത്തിയിൽ നിന്നിട്ട് ഭാരത് മാതാ കി ജയ് ഹിന്ദ് എന്നൊക്കെ വിളിച്ചിട്ട് അദ്ദേഹം വീഡിയോ ഇടുകയാണ്. അദ്ദേഹം വിചാരിക്കുന്നത് ഈ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് ഇവിടെ ആർക്കെങ്കിലും കുരു പൊട്ടിയിട്ട് അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കും, അങ്ങനെ അതൊന്ന് വൈറലാകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വീഡിയോ ആണ് അത്. അദ്ദേഹം വിചാരിച്ചത് നടന്നില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി. അതിനുശേഷം അദ്ദേഹം തന്നെ അങ്ങനെ വിളിച്ചു, എൻ്റെ വീഡിയോൻ്റെ താഴെ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ രണ്ട് വീഡിയോകളും നമുക്ക് കാണണം. കാരണം അദ്ദേഹത്തിൻ്റെ ഉടായ്പുകൾ ഈ കേരളത്തിൽ നടക്കില്ല എന്ന് ഒരിക്കൽ തെളിയിച്ചതാണ്. വീണ്ടും അദ്ദേഹം മറ്റൊരു ഉടായ്പുമായിട്ട് ഇറങ്ങിയതാണ്. കാരണം ഈ കൊറോണ സമയത്തെല്ലാം നമ്മൾ കണ്ടതാണ്, അദ്ദേഹം ദുബായിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വിമാനം പിടിച്ച് വരാൻ വേണ്ടി പറ്റില്ല. അതിനെതിരെ നമ്മുടെ പ്രധാനമന്ത്രിയെ കൂടി തെറി പറഞ്ഞ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. അതിനുശേഷം എല്ലാവരും കൂടി അദ്ദേഹത്തെ ഒരു ജിഹാദിയാക്കി, അതുപോലെ തന്നെ ഒരു മത തീവ്രവാദിയാക്കി പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയൊക്കെ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. ആ മനുഷ്യൻ തന്നെയാണ് ഇപ്പോൾ അതേ വിഭാഗത്തിൻ്റെ ഒപ്പരം കൂടി ചേർന്നുകൊണ്ട് സ്വന്തം വിഭാഗത്തിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു പാലം ഇട്ടുകൊടുക്കുന്നത് നമുക്ക് കാണാം. ഏതായാലും അദ്ദേഹം പോസ്റ്റ് ചെയ്ത നമുക്ക് ആദ്യത്തെ വീഡിയോ നമുക്ക് കാണാം. അതിനുശേഷം രണ്ടാമത്തെ വീഡിയോ കൂടി കാണാം. വാഗാ ബോർഡറിലാണ്, പാകിസ്ഥാനിക്ക് കടക്കാൻ പറ്റുമെന്നില്ല ഒരു നോട്ടത്തിന് വേണ്ടിയിട്ട് വന്നിക്കാണ്. അപ്പൊ നമ്മളിപ്പോ വാഗാ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. പൊന്നാര ചങ്ങായിമാരെ, ഏതൊരു ഇന്ത്യക്കാരൻ്റെയും അഭിമാന നിമിഷമാണ്. കാരണം അത്രയും ജനങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു സ്ഥലത്താണ് നമ്മൾ വാഗാ ബോർഡർ. ആകെ 10-25 കിലോമീറ്റർ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്താ ലാഹോർ എത്തുന്നാ പറഞ്ഞത്. ഏതായാലും നമുക്കൊന്ന് കാണട്ടോ, പോരി ഇഞ്ചപ്പങ്ങളും പോന്നുള്ളൂ. നമ്മൾ പച്ചാള ചവിട്ടി കൂട്ടി ഒരു ഭാഗത്തേക്കാക്കാൻ വേണ്ടിയാണ് പിന്നെ ബോർഡറിലാണുള്ളത്. നേരെ കയറാണ്. കണ്ടോളി ശരിക്ക് കണ്ടോളിട്ടോ, ഒരൊറ്റൊന്ന് ഞാൻ പുറത്തോട്ട്. ഇവിടുന്ന് ആകെ 10-25 കിലോമീറ്റർ ഉള്ളു വാഗാ ബോർഡർ. വാഗാ ബോർഡർ പാകിസ്ഥാൻ ലാഹോർ. ആവേശകരല്ലേ ജനങ്ങൾ ആവേശകരല്ലേ അതോട് പറഞ്ഞു. ഇന്ത്യക്കാരുടെ അഭിമാനമാണ് അത്. ഇപ്പൊ നമ്മളെ പെരിന്തൽമണ്ണക്കാര് ഇതാക്കണ ഇവരൊക്കെ നമ്മളൊപ്പം കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ ഞാനൊക്കെ ഇതാക്കുന്നുണ്ട്. ഇന്ത്യന്റെ ഫ്ലാഗ് ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് ഭാരത് മാതാ കി ജയ് വന്ദേ മാതരം വന്ദേ മാതരം. ഓ ബേക്കിൽ കാണുന്നതാ പച്ചാളത്, പച്ചക്കോട്ട. പച്ചക്കോട്ടയുടെ ബാക്കിൽ കാണുന്നത്. ഇത് പാണ്ടിക്കാട് കുഞ്ഞാൻ വന്നിട്ടുണ്ട്. പച്ചാൾ ഒറ്റൊന്നും വന്നില്ല, പേടിച്ചിക്കണ്. ഒറ്റ പച്ചാൾ വരൂല. ഇത്രയും ഇന്ത്യക്കാരാണ് ഇവിടെ കംപ്ലീറ്റ്. ഇനി പാകിസ്ഥാന്റെ അവിടെ കാട്ടി കൊടുത്തോക്കാം. പാകിസ്ഥാന്റെ पाकिस्तान है पूरा इंडिया वाले
ഭാരത് മാതാ കീ വന്ദേ മാതരം. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വാഗ അതിർത്തിയിലെത്തുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് സൈനിക പരിപാടികൾ കാണുന്നു. ആ സമയത്തൊക്കെ ഭാരത് മാതാ കീ ജയ് എന്ന് ഉറക്കെ വിളിക്കുന്നു. അതിലൊന്നും ആർക്ക് കുരുപൊട്ടാനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ആ പറഞ്ഞത് കൊണ്ടൊന്നും ഇവിടെ ഒരു സമൂഹത്തിനും കുരുപൊട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ വീഡിയോയിൽ എവിടെയും അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു മനുഷ്യനും മോശമായ ഒരു കമൻറ്റുകളും അതിൻ്റെ താഴെ ഇട്ടിട്ടില്ല. പിന്നെ ഇദ്ദേഹം പറയുന്ന ഈ സംഘപരിവാർ ശക്തികളിൽപ്പെട്ട 1-2 കമൻറ്റുകൾ നമുക്ക് അതിൻ്റെ താഴെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ കമൻറ്റുകൾ ഞാൻ വായിക്കാം. അതിൻ്റെ ശേഷം നിങ്ങൾക്കത് മനസ്സിലാവും. അതിന് ശേഷം രണ്ടാമത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോയിലാണ് അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത്. വളരെ ചില ആൾക്കാർ കരുതിക്കുട്ടി അദ്ദേഹത്തിൻ്റെ വീഡിയോൻ്റെ താഴെ പോയിട്ട് അദ്ദേഹത്തെ തെറി പറഞ്ഞു പോലും, അദ്ദേഹത്തിന് മോശമായ കമൻറ്റുകൾ ഇട്ട് പോലും, ഈ ചാണകബുദ്ധി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അതെന്താണ് എന്ന് ശരിക്ക് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ നമുക്കൊന്ന് കാണാം. മലയാളം മാനം കടത്താൻ വേണ്ടി കുറച്ച് ഉസുറും പുളിയില്ലാത്ത മലയാളികളുണ്ട്, കുറച്ച് ആൾക്കാർ. ഞാൻ ആ വാഗാ ബോർഡറിൽ പോയി കണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ ഞാനതിൽ പറഞ്ഞു, പിന്നെ ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ. അത് നമ്മൾ പറഞ്ഞ അവിടുത്തെ പട്ടാളക്കാർ നമ്മളോട് ഇങ്ങനെ പറയണത് എല്ലാ ആൾക്കാരും, കാരണം ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങളാണ്. അപ്പൊ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആവേശമാണ്. നിങ്ങളൊക്കെ ഇന്ത്യക്കാരൻ തന്നെയാണോ? അത് പറഞ്ഞപ്പോൾ ഞാൻ സംഖ്യാക്കിക്കുക ഉസുറും പുളി മാനം. ഞാൻ ഇനിയും പറയും, ഞാനൊരു ഇന്ത്യക്കാരനാണ്. എപ്പോഴും പറയും ഭാരത് മാതാ കീ ജയ് ഹിന്ദ്. ഇത് എപ്പോഴും ഞാൻ പറയും. അതിൻ്റെ അടിയിൽ വന്നുകാണ്ട് ഇങ്ങനത്തെ കുണച്ച നിങ്ങൾ ഇങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആ പട്ടാളക്കാരെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം പട്ടാളക്കാരാണ് പറയുന്നത്. ഓലെ നമുക്കൊക്കെ കാവലിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി പോണ നേരെ കാർഗിൽക്കാണ്. അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുനോക്കി. അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, കണ്ണ് നിറഞ്ഞു പോകും. ഞമ്മക്കും വേണ്ടിയിട്ട് നമ്മളെ പെരിയിൽ 4 നേരം നന്നുണ്ടല്ലോ. ഞമ്മക്കിവിടെ കാവലാരാ നിൽക്കുന്നത്? ഇന്ത്യൻ ആർമിയാണ് കാവലിക്കുന്നത്. ആ ഒരു ബോധം എല്ലാ ഈ തെറി പറഞ്ഞ ഉസുറും പുളി മാനസാലാത്തവർക്ക് വേണം കേട്ടോ. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ മറുപടി വീഡിയോ. ഇതുകൂടി എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അദ്ദേഹം എന്താണ് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹം ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗത്തിനോ ഒന്നും അദ്ദേഹത്തിനോട് ഒരു വെറുപ്പും വരേണ്ട യാതൊരു കാര്യവുമില്ല. ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചത് കൊണ്ടോ ജയ് ഹിന്ദ് എന്ന് വിളിച്ചത് കൊണ്ടോ ഒരിക്കലും ഒരു തെറ്റല്ല എന്ന് എല്ലാവരും പല പ്രാവശ്യം ഇവിടെ പല ചർച്ചകളിലും പല മതപണ്ഡിതന്മാർ വരെ നമ്മോട് പറഞ്ഞതാണ്. ഒരു രാജ്യത്തിൻ്റെ ശക്തി തെളിയിക്കുന്ന ഒരു കാര്യത്തിനെ ഒരു ജയ് ഹിന്ദ് വിളിച്ചത് കൊണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ആർക്ക് കുരുപൊട്ടുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം മുതലെടുപ്പ് നടത്താൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ജാമിദ ടീച്ചർ, അതുപോലെ തന്നെ ഹാരിഫ് ഹുസൈൻ ഖാൻ, ഇവരൊക്കെ ഈ മതത്തിനെയും ഇസ്ലാമിനെയും എല്ലാം ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ട് ഇവിടെ വളരെ സുഖമായിട്ട് നല്ല റീച്ചോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നിൽക്കുന്ന കുറച്ച് കൂട്ടരാണ്. അതുപോലെ തന്നെ അദ്ദേഹം ശ്രമിക്കുകയാണ്, കുറച്ച് തെറികൾ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഭാഗം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും സംഘപരിവാർ ശക്തികൾ അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടുവരും. എന്നിട്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി റീച്ച് ആവാനും അതുപോലെ തന്നെ പൊതുജന മധ്യത്തിലേക്ക് ഈ ചർച്ച ഇങ്ങോട്ട് ഇട്ടിട്ട് ഇതൊന്ന് വൈറലാവാൻ വേണ്ടി ശ്രമിക്കുകയാണ് അദ്ദേഹം. പക്ഷേ പൊട്ടിപ്പോവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 2 വീഡിയോക്കും റീച്ച് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആകെ 5-10 മാത്രമാണ് അതിൽ വ്യൂവേഴ്സ് വന്നത്. കാരണം ഇതിനെ മുന്നേയൊക്കെ അദ്ദേഹം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 2 ലക്ഷത്തിനടുക്ക് സബ്സ്ക്രൈബുള്ള ഒരു മനുഷ്യനാണ്. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും മില്യൺസ് കണക്കിന് വ്യൂവേഴ്സ് വന്നിരുന്ന ഒരാളാണ്. ഇപ്പോൾ അതെല്ലാം മാറി അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാൻ മലയാളികൾക്ക് താല്പര്യമല്ല. കാരണം മലയാളികളെ പറ്റിച്ചു എന്ന് 100% ഇന്നും മലയാളികൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ, അദ്ദേഹം പറഞ്ഞ കുരുപൊട്ടൽ ആർക്കാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ കമൻറ്റ് തന്നെ ഞാനൊന്ന് വായിക്കാം. പറഞ്ഞത് മുഹമ്മദ് അഫ്സൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു മുസ്ലിം നാമധാരിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളോട് 100% ഞാൻ യോജിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി കാണിക്കുന്നതിൽ ഭാരത് മാതാ കി ജയ് അല്ലെങ്കിൽ ജയ് ഹിന്ദ് തുടങ്ങിയ വാക്കുകൾ വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അണ്ടർലൈൻ ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. ഈ ഒരു കാര്യത്തിൽ എവിടെയാണ് കുരുപൊട്ടലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കമൻറ്റുകളിൽ ഏറ്റവും നല്ല 2-3 കമൻറ്റുകളിൽ ഒന്നാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. അത്തരത്തിലുള്ള കമൻറ്റുകൾ മാത്രമാണ് അതിൻ്റെ താഴെ വന്നിട്ടുള്ളൂ. അതിന് മാത്രം ആൾക്കാരെ വീഡിയോ കണ്ടിട്ടുള്ളൂ. രണ്ടാമത്തെ ഒരു വീഡിയോ ഈ സംഘപരിവാർ ശക്തികൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽപ്പെട്ട ഒരു കമൻറ്റാണ്. ശോഭ മേനോൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ കമൻറ്റ് അയച്ചത്. ഇത് കാണുമ്പോൾ മതഭ്രാന്തി ഇളകുന്ന ഒരു വർഗത്തിൻ്റെ കമൻറ്റുകൾ ദുസ്സഹം. ഈ വർഗത്തിനെ എത്രയും പെട്ടെന്ന് പാകിസ്ഥാനിലേക്ക് അയക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലത്.
ഇത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഈ വീഡിയോ എത്തുന്ന സമയത്ത് അദ്ദേഹം ഒരു വലിയ രാജ്യസ്നേഹിയും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെല്ലാം രാജ്യത്തോട് സ്നേഹമില്ലാത്ത ആൾക്കാരുമായി മാറും. അങ്ങനെ അദ്ദേഹത്തിന് നല്ലൊരു സപ്പോർട്ട് കിട്ടും. ഇനി ഇടുന്ന വീഡിയോകളെല്ലാം നല്ല റീച്ചാകുമെന്ന് വിചാരിച്ച് തന്നെയാണ് പാണ്ടിക്കാട് കുഞ്ഞൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ മനുഷ്യർക്കെല്ലാം പാണ്ടിക്കാട് കുഞ്ഞൻ്റെ മുഖം വളരെ വ്യക്തമായിട്ട് മനസ്സിലായതാണ്. ഇനി മനസ്സിലാക്കാൻ അതിൽ കൂടുതലൊന്നും വിട്ട് ഇല്ലാതാനും. ഇനി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത തെറ്റുകൾ മലയാളികളോട് ഏറ്റുപറഞ്ഞുകൊണ്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്കിനി ഈ ഫീൽഡിൽ ഒരു ഭാവിയുള്ളൂ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഉടായ്പകൾ കൊണ്ട് മാത്രം എല്ലാ കാലത്തും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അത് മനസ്സിലാക്കുന്നത് പാണ്ടിക്കാട് കുഞ്ഞനും അതുപോലെ തന്നെ അവർക്ക് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു ഇളയ അഭിപ്രായം. കാരണം നിങ്ങൾ ഇട്ട വീഡിയോ ഒക്കെ ചുരുക്കി പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണേണ്ടതാണ്. ആ സ്ഥാനത്ത് വെറും 5000-ഓ 10,000-നോ താഴെ ആൾക്കാർ മാത്രമേ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ. അതിനുള്ള കാരണം നിങ്ങളുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. ഏതായാലും അതിന് വെച്ച വെള്ളം പാണ്ടിക്കാട് കുഞ്ഞൻ അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? നിങ്ങൾ തീർച്ചയായും കമൻറ്റുകളെ എഴുതി അറിയിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് ചെയ്ത് ഷെയർ കൂടി കൊടുത്ത് ഒരു ഹൈപ്പ് കൂടി നൽകി കാണാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.